ബ്ലോഗുകൾ എഴുതിയിരുന്ന സമയത്ത് ഈ ആളുകൾ എപ്പോഴും ഉപയോഗിച്ചിരുന്ന മാമിൻ്റെ ഒരു മോശപ്പെട്ട ഫോട്ടോയും നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് മാം ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അത് ബ്ലോഗ് ട്രെൻഡ് ആവുന്ന സമയമാണ്. അന്ന് എല്ലാവരും ബ്ലോഗുകളാണ് എഴുതിയിരുന്നത്. സോഷ്യൽ മീഡിയയുടെ മറ്റൊരു വശമായിരുന്നു അത്. അപ്പോൾ അന്ന് മാം എഴുതിയിരുന്നു, അന്ന് ഈ സെൽഫ് ലവ് എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ പുതിയൊരു കോയിനേജായി വന്നുകൊണ്ടിരിക്കുക. സെൽഫ് ലവ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെയാണെന്ന് പറയാൻ കഴിയണം. എങ്ങനെയാണ് മാം സെൽഫ് ലവിനെ അഡ്രസ്സ് ചെയ്യുക? അതാണ് ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ട്രാൻസിഷൻ്റെ സമയത്താണ് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കാണ് ആ ബ്ലോഗ് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പഴയ ഒരു പടം കണ്ടപ്പോൾ എനിക്കത് ഞാൻ ഇപ്പോഴത്തെ ആളുമായിട്ട് എന്ത് വ്യത്യാസം എന്ന് തോന്നി. പഴയ ആ യൂണിഫോം ഇട്ടിങ്ങനെ വളരെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ മുഖവുമായിട്ട്. അപ്പോൾ അതാ ഈ പണ്ടേ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനത് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്നെ സ്വയം നെഗ്ലക്റ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. നമ്മൾ സ്വയം ഇങ്ങനെ നല്ല ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ണാടി നോക്കിയിട്ട് ഞാനൊരു നല്ല വ്യക്തിയാണ് എന്ന് തോന്നുന്ന ഒരു നിമിഷം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നന്മ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ തിരിച്ചറിയുന്ന നിമിഷം വരുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് ദുഷിപ്പുകളെയൊക്കെ എടുത്ത് കളയും. നമ്മൾ ആരോടെങ്കിലും വിദ്വേഷം, വൈരാഗ്യം, വാശി, അസൂയ, കുശുമ്പ്, പക, അതുപോലെയുള്ള എല്ലാം ഇങ്ങനെ കിടക്കുന്ന എല്ലാം ഓരോന്നോരോന്നും എടുത്ത് കളയുമ്പോൾ മനസ്സ് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ഞാൻ അതിനുശേഷം എന്നെ സ്വയം നമ്മുടെ മനസ്സിൽ കൂടെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത്, നമ്മുടെ ഓറായും എല്ലാം മെച്ചപ്പെടുന്നത് മനസ്സ് നല്ലതാക്കും, നമ്മൾ ചിന്തകൾ നല്ലതാക്കുമ്പോഴാണ്. അപ്പോൾ ദുഷ്ചിന്തകൾ, ഇപ്പോൾ ഏതെങ്കിലും വിഷമിപ്പിക്കുന്ന ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് വേണ്ട, ഇങ്ങനെ ചിന്തിക്കണം, നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാവുന്ന, നല്ലതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, എനിക്ക് കിട്ടിയ നല്ല അംഗീകാരങ്ങൾ, സർവീസിലിരിക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിന് നാട്ടുകാർ തന്നെ ഒരു SP ആയിട്ടിരുന്നപ്പോൾ നാട്ടുകാർ തന്നെ വന്ന് കരഞ്ഞുകൊണ്ട് മാഡം പോവല്ലേ എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ആയപ്പോൾ എന്ന് പറഞ്ഞു. അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര നർമ്മം വരും, ഒരു വളരെ നല്ല സന്തോഷം വരും, ചിരി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമാധാനം വരുമ്പോൾ, ഒരു മൃദുത്വം വന്നു കഴിയുമ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് സംഹൗ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മുടെ മുഖത്തിൽ തന്നെ ഒരു നല്ല ചൈതന്യം വരും, ഒരു ശരീരത്തിന് തന്നെ നല്ലൊരു ഭംഗി കൊണ്ടുവരും. വളരെ ദുർമേധസ്സൊന്നും ഇല്ലാത്ത നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നമ്മളെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് ലവ്. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓട്ടോബയോഗ്രഫിയിൽ, സെൽഫ് സർവീസ് ഉണ്ടെങ്കിലേ നമുക്ക് ആർക്കെങ്കിലും വേറൊരാൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. സെൽഫ് സർവീസ് ഇസ് ദ ബെസ്റ്റ് സർവീസ് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. സോ ഹി സെഡ് ദാറ്റ് നമ്മൾ സ്വയം പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ആർജിച്ചെടുത്ത ശേഷം അങ്ങനെ ഒരു പൊസിഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ എന്നെ കൊണ്ട് കൊള്ളൂല, ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയായിട്ടിരിക്കാം, ഒരു അമ്മയായിട്ടിരിക്കാം, മകളായിട്ടിരിക്കാം, അത് കവിഞ്ഞ് വേണമെങ്കിൽ ജോലി കിട്ടിയ ഒരു ടീച്ചറായിട്ടിരിക്കാം, ഒരു ബാങ്ക് ഓഫീസറായിട്ടിരിക്കാം. സർവീസ് എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. അതിനേക്കാളും കവിഞ്ഞ് യു ഡു സർവീസ് ടു ദ പീപ്പിൾ. ശമ്പളം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ, ദാറ്റ് ഇസ് ജസ്റ്റ് ഒരു വരുമാന മാർഗമേ ഉള്ളൂ. പക്ഷേ ആ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് പൊസിഷൻ, ദാറ്റ് പവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് എല്ലാവർക്കും. DGP ആയിട്ട്, ഫയർഫോഴ്സിൻ്റെ DGP ആയിട്ട് സേവനം അനുഷ്ഠിച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു യാത്രയയപ്പ് വേണ്ട എന്ന് പറയുന്നത്, മാം ആഗ്രഹിച്ചിരുന്നത് ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് കാക്കി യൂണിഫോം അണിഞ്ഞുകൊണ്ടുള്ളൊരു അങ്ങനെ ഒരു യാത്രയയപ്പ്, കേരളത്തിൻ്റെ ആദ്യത്തെ ലോ ആൻഡ് ഓർഡർ DGP, അങ്ങനെ ആ യാത്രയയപ്പ് ആഗ്രഹിച്ചതിൻ്റെ പ്രതിഷേധം കൊണ്ടാണോ എനിക്ക് അങ്ങനെ ഒരു യാത്രയയപ്പ് വേണ്ട എന്ന് പറഞ്ഞത്? ലോ ആൻഡ് ഓർഡർ DGP ആകണം എന്നുള്ള ആഗ്രഹം കുറേ നാൾ മുമ്പേ പോയതാണ്. അത് ആ സമയമായപ്പോഴേക്കും ഫയർഫോഴ്സ് മേധാവി ആയപ്പോഴേക്കും എനിക്കറിയായിരുന്നു ഐ വിൽ നെവർ ബി പോസ്റ്റേഴ്സ് ലോ ആൻഡ് ഓർഡർ DGP എന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരു DGP എന്നുള്ള റാങ്ക് കിട്ടിയപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് യാത്രയയപ്പ് നൽകേണ്ട ഒരു ബാധ്യത ഉണ്ട്. അതെനിക്കറിയാം, ഒരു സർക്കുലറുണ്ട്. പണ്ട് DGP റാങ്കിലുള്ള എല്ലാവർക്കും യാത്രയയപ്പ് കൊടുക്കൂലായിരുന്നു. DGP ലോ ആൻഡ് ഓർഡറിന് മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ്, ഏകദേശം എനിക്കൊന്ന് 2016-17 ഒക്കെ ആയപ്പോഴേക്കും ഒരു ഓർഡർ വന്നു, DGP ആയിട്ട് റിട്ടയർ ചെയ്യുന്ന, DGP റാങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഓഫീസേഴ്സിന് എല്ലാവർക്കും പോലീസിൻ്റെ പരേഡ് സെൻഡ് ഓഫ് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു രീതിയാണ് പോകുന്നത് സെൻഡ് ഓഫിൽ. പക്ഷേ കോവിഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ആ സമയം കോവിഡ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, ഓക്കെ, പക്ഷെ എന്നാലും കോവിഡ് എന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കത് ഡിനേ ചെയ്തു. ശ്രീലേക്ക് പരേഡ് ഉണ്ടാവില്ല, പക്ഷെ വൈകിട്ട് വന്നൊരു ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതും വേണ്ടാന്ന് പറഞ്ഞു. വൈകിട്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, ശ്രീലേക്ക് പരേഡ് തരാൻ പറ്റൂല, കോവിഡ് റെസ്ട്രിക്ഷൻസ് നിൽക്കുന്നു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് കൊടുത്തു, എൻ്റെ തൊട്ട് മുമ്പ് റിട്ടയർ ചെയ്ത ഓഫീസറിന് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ഓഫീസേഴ്സിന് കൊടുത്തു. അപ്പൊ എനിക്ക് മാത്രം ഇത് തരില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് പ്രസക്തി? കോവിഡ് നിൽക്കുന്നു, അതുകൊണ്ട് സെൻഡ് ഓഫ് തരില്ല. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് DGPയുടെ വക ഒരു മൊമെൻറ്റോയും തന്ന് വിടുന്നു. രാത്രിയിൽ IPS അസോസിയേഷൻ്റെ ഒരു പാർട്ടി തന്ന് വേണമെങ്കിൽ വിടാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എടുക്കണം തോന്നുമോ? ആ ശരി സാർ ഞാൻ വരാം. എനിക്കെന്തിനാ മൊമെൻറ്റോ? എനിക്കെന്തിനാ ചായ പോലീസിൻ്റെ? അങ്ങനെ ഒരു സെൻഡ് ഓഫ് എന്തിനാണ് എനിക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് ആസ് എ DGP ആയിട്ട് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് അങ്ങനെ പോയത് ഫയർഫോഴ്സിൽ നിന്നുള്ള സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ മതി, എനിക്ക് സാരി ഉടുത്തുകൊണ്ട് നിന്ന് അവരുടെ സല്യൂട്ട് കിട്ടിയിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. എനിക്ക് പോലീസിൻ്റെ വേണ്ട, എനിക്ക് ഫയർഫോഴ്സിലെ ഓഫീസേഴ്സ് അവിടെ നിന്ന് സല്യൂട്ട് തന്ന് എന്നെ പറഞ്ഞു വിട്ടു. സോറി മാം, ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ റേപ്പിസ്റ്റുകൾക്ക്, ടെററിസ്റ്റുകൾക്ക്, കള്ളന്മാർക്ക് അവർക്കൊക്കെ ഒരു തവണ ജയിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഒരു തവണ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. പിന്നെ ആ പേര് കൊണ്ട് തന്നെ അവർക്ക് കുറേ നൊട്ടറീസ് ആവാം, കുറേ രീതിയിൽ അവർക്ക് വലുതാവാം. പക്ഷേ പോലീസിന് ഒരു തവണ പോലും തോൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന് ഓരോ തവണയും ജയിച്ചേ പറ്റൂ, ഓരോ തവണയും ആ പ്രതിയോഗിയെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. അതിന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലെ സമയം കുറവ്, ആരോഗ്യം, പിന്നെ വൺസ് ഒരു പോലീസ് ഓഫീസർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ അവരോടുള്ള മെൻറ്റാലിറ്റി തന്നെ, ഇപ്പം മാമിനെ പോലെ ഒരു ഹൈ റാങ്കിങ് ഓഫീസറിൻ്റെ കാര്യമല്ല പറയുന്നത്, അതല്ലാതെയുള്ള ആളുകൾക്ക് അവരോടുള്ള മെൻറ്റാലിറ്റി തന്നെ മാറിപ്പോവും. ശരിക്കും പോലീസ് ആവുക എന്ന് പറയുമ്പോൾ സർവീസ് തന്നെയായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താരീതി, അങ്ങനെ തന്നെ ആയിരിക്കണം. വിഷ്ണു പറഞ്ഞതിലേ ഇത് ഒരു പൊരുത്തക്കേടുള്ളത് എന്താണെന്നറിയോ? ഈ കള്ളന്മാരും ദുഷ്ടന്മാരും ടെററിസ്റ്റുകളും ഗാങ്സ്റ്റേഴ്സും സാമൂഹ്യ വിരുദ്ധരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിന്മയാണ്, നെഗറ്റീവ് കാര്യങ്ങളാണ്. അതിലവർ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്. അവർ ചെയ്യുന്നതെല്ലാം തിന്മയാണ്, ഒരിക്കലും നല്ലതല്ല. പോലീസ് ഓഫീസേഴ്സ് ജയിച്ചാലും തോറ്റാലും അവരുടെ കൂടെ നിൽക്കുന്നതെല്ലാം നന്മയാണ്. അവരുടെ എന്താണ് അവർക്ക് വേണ്ടത്? ദേ വോണ്ട് ടു ഡു സം ഗുഡ് തിങ് ഫോർ ദ സൊസൈറ്റി. ഇതുപോലെയുള്ള ദുഷിപ്പുകളെ കൺട്രോൾ ചെയ്ത്, ഇതുപോലെയുള്ള ഈവിൾ തിങ്സിനെ കൺട്രോൾ ചെയ്ത് സമൂഹം കുറച്ചും കൂടെ പീസ്ഫുൾ ആക്കണം, ജനങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ നല്ലതാക്കണം. അതല്ലേ പോലീസ് ചെയ്യുന്നത്. പോലീസിൻ്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ഗുഡ്, നന്മയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ നന്മയുടെ കൂടെ എപ്പോഴും സത്യം ഉണ്ടാവും. നന്മയായിട്ട് ചെയ്യുന്ന അവർ നല്ല സർവീസാണ്, സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സർവീസാണ്, നന്മയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെദർ ദേ ക്യാച്ച് എ ക്രിമിനൽ ഓർ നോട്ട്, അവർ ആ ഈവിളിനെ അമർത്താൻ ശ്രമിക്കുന്നോ ഇല്ലയോ, ഗുണ്ടകളെ അമർത്തുന്നുണ്ടോ ഇല്ലയോ, അല്ലെ എപ്പോഴും ആ നന്മ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും പോലീസിന് അംഗീകാരമുള്ളത്, പ്രസക്തിയുള്ളത്. അപ്പോൾ എപ്പോൾ അംഗീകാരം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഈവിൾ വന്നോട്ടെ, തിന്മ ഇരുന്നോട്ടെ എന്നുള്ളൊരു അക്സെപ്റ്റൻസ് അത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പോലീസ് എന്ന് പറയുന്ന സർവീസ് തന്നെ ഇത്ര മഹത്തരമായി മാറുന്നത്. നമുക്ക് പലർക്കും രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് പോലും പോലീസ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറയാറില്ലേ? അതിൻ്റെ ബിക്കോസ് അവർ ചെയ്യുന്നതെല്ലാം നന്മയാണ്. അവർ ചെയ്യുന്നത് മുഴുവനും സമൂഹം പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതെ ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കാര്യം മാത്രം മതി പോലീസിനെ മെച്ചപ്പെട്ടതാക്കാൻ. സേവനം എന്ന് പറയുന്നത് എന്താണെങ്കിലും നല്ലൊരു സേവനമാണ്. എല്ലാ സേവനങ്ങൾക്കും അതുണ്ടല്ലോ. ഡോക്ടർമാരുടെ സേവനത്തിലുണ്ട്, ടീച്ചർമാരുടെ സേവനത്തിനുണ്ട്, എല്ലാ സേവനം നോക്കിയാലും എല്ലാ സേവനവും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോൾ നിങ്ങളിപ്പോൾ പത്രക്കാരുടെ മീഡിയാസിൻ്റെ ആണെങ്കിൽ നിങ്ങൾ നന്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾവേസ് ബി അക്സെപ്റ്റ്. എപ്പോഴും അതിന് സ്വീകാര്യത. പണ്ട് ഒരു പനി പിടിച്ച കിടക്കയിൽ കിടന്നുകൊണ്ടാണ് മാമിന് IPS കിട്ടിയെന്ന് മാം അറിയുന്നതെന്ന് വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് അപ്പം ജോലി ചെയ്തിരുന്ന RBIയുടെ കീഴിൽ ചെയ്തിരുന്ന ജോലിയേക്കാൾ പകുതി ശമ്പളമായിരുന്നു ഏറ്റെടുത്ത് ജോലിക്കുന്നത്. അപ്പോൾ ആ പകുതി ശമ്പളത്തിനും പണം നോക്കാതെ, പദവി നോക്കാതെ ഈ സർവീസ് നോക്കിയല്ലോ. ആ ഒരു മനസ്സായിരിക്കണം 33.5 വർഷം അവനെ നയിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതിനിയും രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്ക് കിട്ടട്ടെ, സാഹിത്യത്തിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്ക് കിട്ടട്ടെ. ഈ പറഞ്ഞ പോലെ മറുപുറം പറയുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പോൾ മഹാബലിയുടെ മറുപുറം അല്ലെങ്കിൽ വാമനൻ്റെ മറുപുറം, അങ്ങനെ ഒരുപാട് വേർഷൻസ് കൂടി സംഭവിക്കട്ടെ. ഈ ബഹുമുഖ പ്രതിഭയെ ഇനിയും മലയാളികൾ വിശ്വസിക്കട്ടെ, സ്നേഹിക്കട്ടെ, അടുപ്പം കാണിക്കട്ടെ.